ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധമായ സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേറിയമായ പ്രഭാതത്തിനായി നന്ദി അറിയാത്തോടെ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. ആകയാൽ നാം എന്തു പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളുമില്ല. ദൈവമേ സ്തോത്രം. പ്രഭാതത്തിൽ എണീക്കാതിരിക്കുന്ന വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ്. ദൈവമേ സ്തോത്രം. പല പരിപാടികളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവം ഞങ്ങളോട് എന്തിന് ഇത് ചെയ്യുന്നു എന്നൊക്കെ വിചാരിച്ച് കർത്താവ് വളരെയധികം ഭാരപ്പെടുന്നു. എന്നാൽ ദൈവമേ, ഹല്ലേലൂയ, വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ പക്കൽ അനീതി ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളിച്ചു. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവേ സ്തോത്രം. നിനക്ക് കരുണ തോന്നണം എന്നൊരു മനുഷ്യനോട് ദൈവമേ, ഹല്ലേലൂയ, നിനക്ക് അങ്ങനെ തോന്നിയാൽ കർത്താവ് നീ അത് ചെയ്യും. കർത്താവ് അവരോട് കരുണ തോന്നുന്നു എന്നുള്ള വചനവും ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവെ. എന്നാൽ പലപ്പോഴും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ, ഹല്ലേലൂയ, ദൈവമേ, അതിക്രമങ്ങളും കർത്താവ് പാവങ്ങളുമാണ് കർത്താവ് സ്തോത്രത്തിന് തടസ്സമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നിന്റെ ദയ ഞങ്ങളിലേക്ക് എത്തുന്നതിൽ തടസ്സമായി നിൽക്കുന്ന കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തിലെ ക്രോശങ്ങളാണ്, പാവശങ്ങളാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഈ ദിവസം കർത്താവെ, അടിയങ്ങളുടെ പാവങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ദൈവമേ, ഹല്ലേലൂയ, പാവങ്ങളെയൊക്കെ നിക്ഷമിച്ച് കർത്താവെ സ്തോത്രം, നിന്റെ കരുണയുടെ ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ, ആ നന്മ അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവത്തിന്റെ പക്കൽ അനീതി ഒട്ടും തന്നെ ഇല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ദൈവമേ സ്തോത്രം. നീതിമാനായ ദൈവമേ, ഞങ്ങളോട് ദയവ് തോന്നുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെയൊക്കെ നിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഈ ദിവസം അനുഗ്രഹമാക്കണം, മഹത്വം കൊടുക്കണം. സർവ്വേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.